ഒരു വലിയ IT കമ്പനിയിലെ ജീവനക്കാരായിരുന്നു. ഉറ്റ സുഹൃത്തുക്കളായ സോഫ്റ്റ്വെയർ ഡെവലപ്പർ പ്രേം ശങ്കർ, അക്കൗണ്ട്സിലെ രാജീവ് ദേവൻ, പിന്നെ മാർക്കറ്റിംഗിലെ സുജിത് മാധവ്. ഇടയ്ക്കെങ്കിലും ഈ ജോലി തിരക്കിൽ നിന്നും മാറി എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകണമെന്ന് അവർ കുറേ കാലമായി ആലോചിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് അതിനൊരു അവസരം കിട്ടിയത്. അങ്ങനെ കുറെ ചർച്ചകൾക്ക് ശേഷം അവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം അവർ തന്നെ കണ്ടെത്തി. ഓഫീസിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി നഗരത്തിരക്കുകളിൽ നിന്നും വളരെ അകലെ ഒരു കാട്ടിലേക്ക് പോകാം എന്നായിരുന്നു അവരുടെ തീരുമാനം. പറഞ്ഞു കേട്ടിടത്തോളം അതൊരു ത്രില്ലിംഗ് യാത്രയായിരിക്കും എന്നവർ കണക്കുകൂട്ടി. പ്രകൃതി ഭംഗിയോടൊപ്പം തന്നെ അനേകം നിഗൂഢതകളും അവിടെ ഉള്ളതായി പലരും പറഞ്ഞെങ്കിലും പിന്നോട്ട് പോകാൻ അവർ ഒട്ടും തയ്യാറല്ലായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പ്രേമും രാജീവും സുജിത്തും കൂടി അസ്ഥിക്കാടിലേക്ക് പോയി. പ്രേമിന്റെ ജീപ്പിൽ ഏകദേശം 1.5 മണിക്കൂറോളം സഞ്ചരിച്ചാണ് അവർ കാട്ടിലെത്തിയത്. വാഹനം ചെല്ലുന്ന അവസാന പോയിന്റിൽ ജീപ്പ് നിർത്തി അവർ ആ കാടിനുള്ളിലേക്ക് കടന്നു. കാനന ഭംഗിയും കാട്ടരുവികളും ഒക്കെ താണ്ടി അവർ മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരുന്നു. വഴി തടസ്സപ്പെടുത്തിയിരുന്ന വലിയ പാറക്കെട്ടുകളും ചെങ്കുത്തായ ചരിവുകളും ഒന്നും അവർക്കൊരു തടസ്സമേ ആയില്ല. പേരിനു പോലും മറ്റൊരു മനുഷ്യജീവിയെ അവിടെ അവർക്ക് കാണാനായില്ല. അങ്ങനെ നടന്ന് ആ യാത്രയിൽ അവർ ചെന്നെത്തിയത് ഒരു മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലായിരുന്നു. കാടിനുള്ളിലെ ആ വെള്ളച്ചാട്ടം കണ്ടതോടെ പ്രേമും രാജീവും സുജിത്തും വലിയ സന്തോഷത്തിലായി. ഒട്ടും സമയം വൈകാതെ അവർ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. ഔഷധ സസ്യങ്ങളിലൂടെ ഊർന്നിറങ്ങി മലയിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളച്ചാട്ടത്തിലെ കുളി വളരെ റിഫ്രഷിംഗ് ആയി അവർക്ക് തോന്നി. അവർ ആ വെള്ളത്തിൽ കുറേ നേരം ചെലവിട്ടു. പെട്ടെന്നാണ് പ്രേമിനെ ആരോ ആഴങ്ങളിലേക്ക് വലിക്കുന്നത് പോലെ അവന് തോന്നിയത്. സുഹൃത്തുക്കൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പ്രേം അടിത്തട്ടിലേക്ക് പോയി. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായി പോയി രാജീവും സുജിത്തും. കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ എങ്ങനെയോ അവർ പ്രേമിനെ രക്ഷിച്ചെടുത്തു. പക്ഷേ വെള്ളച്ചാട്ടത്തിൽ നിന്നും സുഹൃത്തുക്കൾ രക്ഷിച്ചെടുത്ത പ്രേം സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ ഒരു അലർച്ചയോടെയായിരുന്നു. പ്രേമിന്റെ ആ അലർച്ച കേട്ട് ഓടി വന്ന രാജീവും സുജിത്തും കണ്ടത് പാറപ്പുറത്ത് പത്മാസനത്തിലിരിക്കുന്ന പ്രേമിനെയാണ്. പ്രേം തന്റെ കണ്ണുകൾ അടച്ചിരുന്നുവെങ്കിലും അവർ തൊട്ടടുത്തെത്തിയത് അവൻ അറിയുന്നുണ്ടായിരുന്നു. കണ്ടുകൊള്ളുന്ന പ്രേം അപ്രതീക്ഷിതമായി തന്റെ സുഹൃത്തുക്കളെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. അല്പനേരത്തിന് ശേഷം പേടിച്ചരണ്ടതുപോലെ മാറിയിരുന്ന് കരയാനും തുടങ്ങി. എന്താണ് പ്രേമിന് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിന്ന സുഹൃത്തുക്കളെ പ്രേം വീണ്ടും ആക്രമിച്ചു. പിന്നാലെ മാറിയിരുന്ന് വീണ്ടും കരയാൻ തുടങ്ങി. രാജീവും സുജിത്തും ആകെ അങ്കലാപ്പിൽ നിന്നപ്പോ പ്രേം ഇത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ അവസ്ഥയിൽ കാട്ടിൽ നിന്നും പ്രേമിനെയും കൊണ്ട് എങ്ങനെ പുറത്തു കിടക്കുമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല അവർക്ക്. ഒടുവിൽ എങ്ങനെയൊക്കെയോ രാജീവും സുജിത്തും ചേർന്ന് പ്രേമിനെ കുറെ കാട്ടുവള്ളികൾ കൊണ്ട് പിടിച്ചു കെട്ടി. മാനസിക നില തെറ്റിയ പ്രേമിനെയും കൊണ്ട് കാടിന് പുറത്തേക്ക് കടക്കുക അത്ര എളുപ്പമായിരുന്നില്ല. പ്രേമിന്റെ ഓരോ ഭാവവും ചെയ്തികളുമെല്ലാം രാജീവിനെയും സുജിത്തിനെയും വല്ലാതെ പരിഭ്രാന്തരാക്കി. വളരെ കഷ്ടപ്പെട്ട് അവർ അസ്ഥിക്കാടിന് പുറത്തെത്തിയപ്പോഴേക്കും സമയം രാത്രിയായിരുന്നു. പിറ്റേന്ന് നേരം പുലർന്ന് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതിലുള്ള സമാധാനമായിരുന്നു അവർ 3 പേരുടെയും മനസ്സിൽ. എന്നിരുന്നാലും തങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ളൊരു ആഗ്രഹം അവർ 3 പേർക്കും ഉണ്ടായിരുന്നു. അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളഞ്ഞേക്കാമെങ്കിലും സ്വന്തം ജീവിതത്തിൽ നടന്ന ആ അനുഭവം അവർക്ക് വിശ്വസിക്കാതിരിക്കാനാവില്ലല്ലോ. അല്പം പേടിയോടെയാണെങ്കിലും എന്ത് ചെയ്തിട്ടും ഇതിന്റെ കാരണം അന്വേഷിച്ചറിയണം എന്നവർ തീരുമാനിച്ചു. പക്ഷേ അതിനവരുടെ മുൻപിലുള്ളത് ഒരേ ഒരു വഴിയാണ്. അസ്ഥിക്കാടിൽ വെച്ച് തങ്ങൾക്ക് സംഭവിച്ചതിന്റെ രഹസ്യമറിയാൻ പ്രേമും രാജീവും സുജിത്തും കൂടി തങ്കമഠം നീലകണ്ഠൻ പോറ്റി എന്ന താന്ത്രികനെ കാണാൻ യാത്രയായി. വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രാചീന ക്ഷേത്രത്തിലാണ് നീലകണ്ഠൻ പോറ്റിയുള്ളത്. പലതരം മൂർത്തികളെയും കുടിയിരുത്തിയിരിക്കുന്ന ആ പ്രാചീന ക്ഷേത്രം അദ്ദേഹത്തിന്റെ പൂജകളുടെയും ക്രിയകളുടെയും വിളനിലമായിരുന്നു. അവരുടെ വരവ് മുൻകൂട്ടി കണ്ടിട്ടെന്നോണം തങ്കമഠം നീലകണ്ഠൻ പോറ്റി തന്റെ പൂജകൾ വേഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്നു. വരവിന്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ പോറ്റി അവരെ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു. അവിടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച ശേഷം അവർ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പോറ്റിയോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ പോറ്റിക്ക് 2 കാര്യങ്ങളെ അവരോട് പറയാനുണ്ടായിരുന്നുള്ളൂ. കാട് പരിപാലിക്കുന്ന മൂർത്തികൾ വാഴുന്നിടത്തേക്ക് കയറി ചെന്നത് തെറ്റ്. അവിടെ നിന്ന് ജീവനോടെ പുറത്തേക്ക് കടക്കാനായത് ഭാഗ്യം.
ആ പ്രാചീന ക്ഷേത്രത്തിൽ വെച്ച് തങ്കമഠം നീലകണ്ഠൻ പോറ്റി അവരോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പ്രേമും രാജീവും സുജിത്തും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പോറ്റി പറഞ്ഞതനുസരിച്ച് തെളിയിക്കപ്പെട്ട ശാസ്ത്രത്തിനും യുക്തിക്കുമെല്ലാം മുകളിൽ പരസ്പരം സഹകരിക്കുന്ന, കാടിനു വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന പല മൂർത്തികളും വാഴുന്നിടമാണ് അവർ പോയ അസ്ഥിക്കാട്. പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന, വന്യമൃഗങ്ങളെ അനുസരിപ്പിക്കുന്ന, സമയത്തെ പിടിച്ചു നിർത്തുകയും വേണ്ടി വന്നാൽ തിരിച്ചു കറക്കുകയും ചെയ്യുന്ന ഉഗ്രമൂർത്തികൾ. തൽക്കാലം ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ആ മൂർത്തികളുടെ പക അവർ 3 പേരെയും ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാകും എന്നാണ് പോറ്റി പറഞ്ഞത്. രക്ഷപ്പെടാൻ ഇനി ഒരേ ഒരു വഴി മാത്രം, വീണ്ടും അസ്ഥിക്കാടിലേക്ക് പോവുക. അവിടെ ചെന്ന് ആ മൂർത്തികൾക്ക് വേണ്ടതെല്ലാം നൽകി മാപ്പിരക്കുക. അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രം. പ്രേമും രാജീവും ശുചിത്വം തിരികെ അവരുടെ ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ തങ്കമഠം നീലകണ്ഠൻ പോറ്റി പറഞ്ഞതുപോലെ അനർത്ഥങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അവരുടെ പിന്നാലെയുണ്ടായിരുന്നു. ശുചിത്വം അവന്റെ കാമുകിയും പല കാരണങ്ങൾ പറഞ്ഞ് വഴക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഓരോന്ന് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ അവൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഒടുവിൽ 2 പേരും തമ്മിൽ പിരിയേണ്ടി വന്നു. രാജീവിന് അവൻ അറിയാതെ തന്നെ തന്റെ ജോലിയിൽ പല വീഴ്ചകളും വരാൻ തുടങ്ങി. എത്രയൊക്കെ ശ്രമിച്ചാലും ഒഴിവാക്കാനാവാത്ത പിഴവുകൾ അവന്റെ ജോലിയിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതേ തുടർന്ന് അവന് അവന്റെ ജോലി പോലും നഷ്ടപ്പെട്ടു. പ്രേമിനാണെങ്കിൽ കഷ്ടകാലം അവനെ തേടി വന്നത് ഒരു ആക്സിഡന്റിന്റെ രൂപത്തിലായിരുന്നു. അങ്ങനെ കുറേ ദിവസം അവന് ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടിയും വന്നു. അതോടെ അസ്ഥിക്കാടിലെ മൂർത്തികൾ തങ്ങളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പോറ്റി പറഞ്ഞതുപോലെ വീണ്ടും അസ്ഥിക്കാടിലേക്ക് പോയി ആ മൂർത്തികൾക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. ഇനി വരുന്ന പൗർണമി ദിവസം തങ്കമഠം നീലകണ്ഠൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അസ്ഥിക്കാടിലെ മൂർത്തികൾക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ പ്രേമും രാജീവും സുജിത്തും കൂടി വീണ്ടും അവിടേക്ക് യാത്രയായി. കഴിഞ്ഞ യാത്രയെ അപേക്ഷിച്ച് ഇത്തവണ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയായിരുന്നു അവരുടെ സഞ്ചാരം. കാട്ടിലെ ഓരോ ചലനവും അവർ സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിയാകുമ്പോഴേക്കും വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തണം എന്നായിരുന്നു പോറ്റി അവരോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് പോറ്റിയും ആ സമയം അവിടെ എത്തിക്കോളാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് പോറ്റിയെ കണ്ട് കുളിച്ച് ശുദ്ധമായി അവർ കർമ്മങ്ങളിലേക്ക് കടന്നു. മന്ത്രതന്ത്രങ്ങളും ക്രിയകളും ഒക്കെയായി അവർക്ക് ഒരുപാട് നേരം അവിടെ ചെലവഴിക്കേണ്ടി വന്നു. ഒപ്പം മൂർത്തികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണവും മദ്യവും വരെ സമർപ്പിച്ച് എല്ലാം ശുഭമായി അവസാനിച്ചു. പക്ഷേ അവരറിയുന്നുണ്ടായിരുന്നില്ല, കാട്ടിലെ ശക്തികളിൽ നിന്നും അവരെ സംരക്ഷിക്കാനായി എത്തിയ നീലകണ്ഠൻ പോറ്റി കാടിന്റെ ശക്തിക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന്. അപ്പൊ അവർക്ക് വേണ്ടി ആ ക്രിയകൾ ചെയ്തത് ആരായിരുന്നു? ഈ കാടിന്റെ മൂർത്തികളുടെ മൂർത്തിയായ ഞാൻ നോക്കി നിൽക്കെ ഈ കാട് കയറി വന്ന് വെറുതെ അങ്ങ് പോകാമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ കാട് കയറി വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ മൂർത്തികളെ തൊട്ടടുത്ത് നിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ഈ മൂർത്തികൾക്കൊപ്പം കൂടാനുള്ള നേരമായി. ഇനി ഈ കാട് കാക്കേണ്ടത് നിങ്ങളും കൂടിയാണ്. കാനനമൂർത്തികളുടെ ലോകത്തേക്ക് നിങ്ങൾ 3 പേർക്കും സ്വാഗതം. അടുത്ത സീസണിനും കൂടുതൽ കഥകൾക്കുമായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.